ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതേതാ സ്ഥലം? അതെ, നമ്മുടെ ഒരു അച്ഛൻ്റെ ഫാക്ടറിയാ. എല്ലാ നിയമപ്രശ്നങ്ങൾ കാരണം കുറച്ച് നാളായിട്ട് പൂട്ടിക്കിടക്കുക. പുള്ളിക്കാരൻ എന്തായാലും ഇവിടെ ഉണ്ടാവും. എനിക്കൊന്ന് കാണണം. താനേ കാറിൽ തന്നെ ഇരുന്നു, ഞാനൊന്ന് നോക്കട്ടെ. ഈ സ്ഥലം കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. ആ, എന്നാ പിന്നെ പുറത്തിറങ്ങി നിന്നു. ഞാനേ പോയിട്ട് വരാം. അതെ, അച്ഛൻ അവിടെ ഇല്ല. ദേ ആ കാണുന്ന ഗസ്റ്റ് ഹൗസിലാ. എന്തായാലും പുള്ളിക്കാരനൊന്ന് കണ്ടേ പറ്റൂ. താൻ വരുന്നുണ്ടോ? ഞാനെന്തിനാ വരുന്നത്? ആ, ഒരു കണക്കിന് വരായിരിക്കുന്ന നല്ലത്. പുള്ളിക്കാരനെ ഫുൾ ടൈം വെള്ളമാ. ഞാൻ ദേ ഒരു 2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഇപ്പൊ വരാം. പിന്നെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, ഒരു പിഴവും സംഭവിക്കരുത്.
കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഓക്കെ അല്ലേ? താങ്ക് യു. താനെന്താണോ കാണിച്ചത്? സാറേ പെട്ടെന്ന് ചവിട്ടിട്ട് ബ്രേക്ക് കിട്ടിയില്ല. ബ്രേക്ക് കിട്ടില്ല ഇങ്ങനെയാണോ? അല്ലെങ്കിൽ ഈ അടഞ്ഞെടുക്കുന്ന ഭാഗത്തേക്ക് വന്നിട്ട് എന്തിനാണോ തനിക്ക്? എനിക്ക് സ്ഥലം വലിയ പരിചയമില്ല. മുന്നോട്ടുള്ള വഴിയാന്ന് കരുതിയാ ഞാൻ പെട്ടെന്ന് തിരിച്ചത്. ഇങ്ങോട്ട് പോണം. ആ പെൺകുട്ടി എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? സോറി സാർ, പറ്റിപ്പോയി. ഡോ, ആ പെൺകുട്ടി ആരാണെന്ന് അറിയോ തനിക്ക്? അതിന്റെ കഴിവുകൾ എന്താണെന്ന് അറിയോ തനിക്ക്? തന്നെ പോലുള്ളവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? പേടിച്ചു അല്ലേ? രാധികയുടെ നേരെ കാറ് പോയെന്ന് ഞാൻ കണ്ടതാ. എടോ, താൻ ഇനി എന്താ ചെയ്യാൻ പോകുന്നേ? ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ നാളെ വിളിച്ചോണ്ട് മര്യാദയ്ക്ക് വണ്ടി എടുത്തോണ്ട് പോകണം. അതോ ഇനി ബ്രേക്ക് ഇല്ലാത്ത വണ്ടി എടുത്തോണ്ട് മറ്റുള്ളവർ ഇടിക്കാനാണോ ഭാവം? അല്ല സാർ, ഞാൻ പോയിട്ട് വരാം. സോറി സാർ. സോറി മാഡം. രാധിക ഒന്നും പറ്റിയില്ലല്ലോ? അവസാനിച്ചു തന്നെ ഞാൻ കരുതിയത്. പെട്ടെന്നാ ഇയാള് വന്നത്. അറിയോ? ഓക്കെ. അല്ല, നിങ്ങളെങ്ങനെ ഈ സ്ഥലത്ത്? നല്ല കാഴ്ചകള് എനിക്കിഷ്ടമാണ്. പിന്നെ എല്ലാവരെയും ഫേവറേറ്റ് പ്ലേസുകളിൽ എനിക്ക് താല്പര്യമില്ല. ചില ഒഴിഞ്ഞ സ്ഥലങ്ങൾ, അതിന്റെ ഏകാന്തത. എന്തിന്, ചിലപ്പോൾ സെമിത്തേരികൾ വരെ എന്റെ യാത്രയുടെ പോയിന്റ്സ് ആവാറുണ്ട്. എനിവേ, റിലാക്സ്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് സംഭവിച്ചത്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരു ചെറിയ കടം വീട്ടലാണ് നടന്നത്.